ആത്മനോ മോക്ഷാർത്ഥ ജഗത് ഹിതായ എന്ന ആത്മാവിന്റെ മോക്ഷത്തിനും ജഗത്തിന്റെ ഹിതത്തിനും വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള സന്യാസധർമ്മത്തിൽ നിന്നുകൊണ്ട് ആ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കിയ ഒരു സന്യാസി ശ്രേഷ്ഠൻ എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുദേവനെ വലിയ ഒരു സന്യാസിയായി ചിത്രീകരിക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ അവരവരുടെ മാനസിക ഭാവനയ്ക്ക് ഒത്തിണങ്ങിയ രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയെല്ലാം യഥാർത്ഥമായി തിരിച്ചറിയുവാൻ ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നും എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് എന്നും എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയതെന്നും എന്താണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ഒക്കെ ആധികാരികമായി നാം അറിയേണ്ടതുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നാം ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അതുവഴി മനുഷ്യനായി ജീവിക്കുവാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു യജ്ഞമാണ്, ഒരു പ്രവർത്തനമാണ് ശ്രീനാരായണ ദിവ്യ പ്രബോധനത്തിലൂടെ സച്ചിദാനന്ദ സ്വാമികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പതിറ്റാണ്ടുകളായി നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ദിവ്യ പ്രബോധനവും ധ്യാനവും നടന്നു വരികയാണ്. അതിന്റെ ഫലമായി ശ്രീനാരായണ വിശ്വാസ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ദിവ്യ പ്രബോധന ധ്യാനത്തിലൂടെ കഴിയുന്നുണ്ട്. ഒന്നാമതായി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത മാഹാത്മ്യത്തെ കുറിച്ച് അറിയുവാനും അറിയിക്കുവാനും സമൂഹത്തിന് കഴിയുന്നുണ്ട്. എന്താണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത മാഹാത്മ്യമെന്നും എന്താണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദാർശനിക മഹത്വമെന്നും നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഇതുപോലെയുള്ള ദിവ്യപ്രബോധന ധ്യാനത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. കേവലം ധാരാളം പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചും ഗുരുവിന്റെ ദർശനത്തെ സംബന്ധിച്ചും ഗുരുവിന്റെ സന്ദേശങ്ങളെ സംബന്ധിച്ചുമൊക്കെ നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതെല്ലാം നാം പരിശോധിക്കുമ്പോൾ കേവലം ഉപരിപ്ലവമായി മാത്രം ശ്രീനാരായണ ഗുരുവിനെ സ്പർശിച്ചുകൊണ്ടുപോകുന്ന പ്രഭാഷണങ്ങളായും പ്രസംഗങ്ങളായും നമുക്കതിനെ കാണുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഗുരുവിന്റെ ജീവിതം മുതൽ, ഗുരുവിന്റെ ജനനം മുതൽ മഹാസമാധി പ്രാപിക്കുന്നത് വരെയുള്ള ഗുരുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ, ഗുരുവിന്റെ കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചും ഗുരുവിന്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചും ഗുരുവിന്റെ കൃതികളെ സംബന്ധിച്ചും ഗുരു അവസാനമായി സമാധി പ്രാപിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നതിലൂടെ, ആ പ്രഭാഷണം കേൾക്കുന്നതിലൂടെ നമുക്ക് ഒരു യഥാർത്ഥ എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയും എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളുമെല്ലാം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രധാനമായും കാണുവാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി മനുഷ്യൻ നന്നാകണം, രണ്ടാമതായി മനുഷ്യൻ സ്വതന്ത്രനാകണം എന്ന്. അപ്പോൾ ഒന്നാമതായി ഗുരു പറയുന്നത് മനുഷ്യൻ നന്നാകണം എന്നാണ്. നന്നാകുക എന്ന് വെച്ചാൽ നാം ശാരീരികമായി പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതാണ്. ആന്തരികമായി, മാനസികമായി, ചിന്താപരമായി നമുക്ക് നന്നാകുവാൻ കഴിയണം. മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിവേകവും വിശേഷബുദ്ധിയുണ്ട് മനുഷ്യൻ.
അങ്ങനെ വിവേകവും വിശേഷബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ചില ജീവിത മൂല്യങ്ങളുണ്ട്, ചില മാനുഷിക മൂല്യങ്ങളുണ്ട്. ആ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ മനുഷ്യനായി ജീവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗാചരന്തി എന്ന് പറയുന്നത് പോലെ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളായി മാത്രമേ നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത സ്നേഹവും സാഹോദര്യവും സമത്വവും അനുകമ്പയും ദയയും തുടങ്ങിയ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാനും അതിനനുസൃതമായ ഒരു ജീവിത ശൈലിയിലൂടെ, ഒരു ജീവിത പന്ഥാവിലൂടെ പോയാൽ മാത്രമേ അത് നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയൂ. അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ വളരെ ലളിതമായി, വളരെ മധുരമായി ഗുരുദേവന്റെ കൃതികളിലൂടെ, ഗുരുവിന്റെ ഉപദേശങ്ങളിലൂടെ, ഗുരുവിന്റെ ഉദ്ബോധനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ശുദ്ധിപഞ്ചകത്തിലൂടെയും ധർമ്മപഞ്ചകത്തിലൂടെയും യജ്ഞപഞ്ചകത്തിലൂടെയും ഈ പഞ്ചക ത്രയങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അവനവനിൽ കുടികൊള്ളുന്ന ആത്മതത്വത്തെ, ആ ആത്മാംശത്തെ കണ്ടെത്തിക്കൊണ്ട് ഐശ്വര്യപൂർണമായ ആനന്ദപൂർണമായ ജീവിതത്തിലേക്ക് പോകുവാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് അർത്ഥപൂർണമായ ജീവിതമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതിലൂടെ നമുക്ക് നന്നാകുവാൻ കഴിയും. ആ നന്നാകലിലൂടെ നമുക്ക് സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയും. ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാനാണ് നമ്മെ ഉപദേശിച്ചത്. അപ്പോൾ അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ മാത്രമേ സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയുള്ളൂ. നാം എല്ലാവരും ബന്ധത്തിലും ബന്ധനത്തിലും പെട്ട് ഉഴലുകയാണ്. അപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന ബന്ധനത്തെ അല്ലെങ്കിൽ ബന്ധനങ്ങളെ മാറ്റണമെങ്കിൽ അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ മാത്രമേ അത് നേടിയെടുക്കുവാൻ കഴിയൂ. അപ്പോൾ അതിനാവശ്യമായ അറിവ്, ആ അറിവുണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും ഒക്കെ പരിപക്വമാക്കുന്നതിലൂടെ മാത്രമേ, പരിശുദ്ധമാക്കുന്നതിലൂടെ മാത്രമേ അത് നേടുവാൻ കഴിയൂ. അതിന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും എല്ലാം സമ്പന്നമാക്കുവാൻ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വര സ്മരണയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. 1908 നടന്ന SNDP യോഗത്തിന്റെ മഹത്തായ 5ാമത് വാർഷിക സമ്മേളനത്തിന് ഒരു സന്ദേശം ആവശ്യപ്പെട്ടപ്പോൾ ഗുരുദേവൻ നൽകിയ സന്ദേശം എല്ലാ ഹൃദയങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും ഈശ്വര വിശ്വാസം എത്തിക്കണം എന്നുള്ളതായിരുന്നു. എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈശ്വര വിശ്വാസം എത്തിക്കുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ മഹത്തായ SNDP യോഗത്തിന്റെ 5ാമത് വാർഷിക സമ്മേളനത്തിന് നൽകിയ സന്ദേശത്തിൽ നമ്മെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ, ഈശ്വര സ്മരണയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും എല്ലാം പരിശുദ്ധമാക്കുവാനും നിർമ്മലമാക്കുവാനും കഴിയുകയുള്ളൂവെന്ന് സത്യദർശിയായ, ഈശ്വരദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയകാല നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം മാതാപിതാക്കളും കുട്ടികളുമെല്ലാം ഒന്നിച്ചിരുന്നുകൊണ്ട് ഈശ്വര സ്മരണ നടത്തുന്ന, ഈശ്വര പ്രാർത്ഥന നടത്തുന്ന ഒരു ഗ്രഹാന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു.
എന്നാൽ കാലത്തിന്റെ പോക്കനുസരിച്ച്, കാലത്തിന്റെ കാഹളധ്വനികളിൽപ്പെട്ട് ഇന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒന്നും നമ്മുടെ ഗ്രഹങ്ങളിൽ പ്രാർത്ഥനയും ഈശ്വരചിന്തയും നടത്തുന്ന ആ സ്ഥിതിവിശേഷം മാറിപ്പോയതായ ആണ് നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടായി ഒന്നിച്ചിരുന്ന പ്രാർത്ഥനയിലൂടെ പല മനസ്സുകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആ അവസ്ഥാവിശേഷം മാറിയിരിക്കുക. പലവിധ ചിന്തകളിലേക്കും വിചാരങ്ങളിലേക്കും പോകുന്നതിന്റെ ഫലമായി നമ്മുടെ കുടുംബാന്തരീക്ഷം കലുഷിതമായ ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ പാത പിന്തുടരണമെങ്കിൽ, അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരു ഉപദേശിച്ച മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ആ മൺമറഞ്ഞു പോയ ആ സ്ഥിതിവിശേഷം പുനഃസ്ഥാപിക്കുവാൻ ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാനത്തിലൂടെ നൽകുന്ന ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ സമ്പന്നമാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള ധ്യാനത്തോടും പ്രബോധനത്തിലൂടെയുമുള്ള കടപ്പാട് പൂർണ്ണമായും നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയും. അങ്ങനെ നിർമ്മലമായ മനസ്സുകളിലേക്ക്, നിർമ്മലമായ ഹൃദയങ്ങളിലേക്ക് നല്ല ആശയങ്ങൾ, നല്ല ഉപദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. ആ ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളുമെല്ലാം നമ്മെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ബന്ധനത്തിൽ നമുക്ക് മോചനം നേടുവാൻ കഴിയും. അങ്ങനെ നമുക്ക് സ്വതന്ത്രത കൈവരിക്കുവാൻ കഴിയും. അങ്ങനെ മനുഷ്യനെ നന്നാക്കുവാനും സ്വതന്ത്രമാക്കുവാനുമുള്ള ഉദ്ബോധനമാണ്, ഉപദേശമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലൂടെയും ഉദ്ബോധനങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ മഹത്തായ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും സംശീകരിച്ചുകൊണ്ട് നമുക്ക് നന്നാകലിന്റെയും ഒന്നാകലിന്റെയും പാതയിലൂടെ പോയി ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട സോദരത്തേനെ വാഴുന്ന ഒരു സമൂഹത്തെയും ഒരു ലോകത്തെയും സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. അത് നേടിയെടുക്കുവാനുള്ള പ്രവർത്തനമാണ് ഓരോ ഗുരുദേവ വിശ്വാസികൾക്കും ഉള്ളത്. ആ നേടിയെടുക്കലൂടെ മാത്രമേ ഗുരുവിനോടുള്ള കടപ്പാട് നമുക്ക് പൂർണ്ണമായും പ്രാവർത്തികമാക്കുവാൻ കഴിയൂ. അതാണ് ഗുരുവിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുപൂജ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരുവിനെ അറിയുകയും ജീവിതപാത, ഒരു ഉപദേശിച്ച ജീവിതപാത പിന്തുടർന്നുകൊണ്ട് നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും മാതൃകാപരമായി ജീവിതം നയിക്കുവാൻ കഴിയണം. അതിനുള്ള പ്രകാശമായി, അതിനുള്ള വഴിയായി, അതിനുള്ള വഴികാട്ടിയായി ഇവിടെ നടക്കുന്ന ഈ ദിവ്യ പ്രബോധനവും ധ്യാനവും നിങ്ങൾക്ക് ഉപകാരമാകട്ടെ, ഉപകരിക്കട്ടെ. അതിന് നമ്മുടെ കാണപ്പെട്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹ കൃപാ കടാക്ഷം നമുക്ക് ഏവർക്കും അഭികാമം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ എളിയ പ്രസംഗങ്ങളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.